അങ്ങനെ നമ്മൾ ലച്ചു ബേബിൻ്റെ ചോറൂണായിട്ടോ. എവിടുന്നാ ചോറൂണ്? എന്തായാലും ഗുരുവായൂർ വെച്ചിട്ടായിരിക്കുമല്ലോ അല്ലേ. ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുക, എവിടെയാ പോകുന്നത്, പോവാണോ ചോറുന്ന പോകണം ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാണെന്ന് അറിയില്ല, എന്നാലും നമുക്കത് റെസ്പോൺസ് ആണെന്നൊക്കെ വിട്ടാലോ. എടുക്കാൻ വേണ്ടി കളിക്കുക. എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഗോപ്രോയിലെടുത്ത്. അങ്ങനെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ശേഷം ഇറങ്ങിയിട്ട് ആദ്യം തന്നെ നമ്മൾ തൊണ്ടയടക്കം എത്തിയപ്പോഴത്തേക്കും കുറച്ച് പെട്രോൾ അടിച്ചു. കാരണം ലോങ് പോകാനുള്ളതാണല്ലോ. പിന്നെ കുറച്ച് മഴ ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പം ഉണ്ട് തോണിയൊക്കെ ആയിട്ട് ഒരാൾ ഇതിൽ ലോറിയിൽ തോണിയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഞാനൊരു പാക്കറ്റ് മിൽക്ക് പേട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം അവർ വേറെ കാറിലാണ് പോയത്, ഞങ്ങൾ നമ്മളെ കാറിലാണ് പോയത് കേട്ടോ. ഞാനും അമ്മ അപ്പുറത്തെ കാറിൽ കയറി. ഞാനും അമ്മച്ചിയും കിച്ചും അച്ഛനും കൂടി ഈ കാറിലായിരുന്നു. കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ സെൻറ്ററിൽ എത്തി. ടോയ്സ് സെൻറ്ററിലാണ് നമ്മൾ. അവിടെയാണ് അവർ സ്റ്റേ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്തായാലും നമ്മൾ ഇന്ന് വൈകുന്നേരം ഉള്ളിൽ കയറിയിട്ട് തൊഴാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സിൽ നമ്മൾ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അങ്ങനെ ഞാനും ടാട്ടനും കിച്ചും എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വാവയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ ഭക്ഷണം ചോറാണ് കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിക്കണമെന്ന് വെച്ചിട്ട് ദോശ കഴിക്കാന്ന് വെച്ചാൽ ഞാനും ചേട്ടനും കിച്ചും കൂടെ ഹോട്ടൽ ഗണപതി ഭവനിലേക്ക് പോയി. ഈ ഹോട്ടലിലേക്ക് പോയി. അവിടെ നമ്മൾ രണ്ടുപേരും മസാല ദോശ കഴിച്ചു. ചേട്ടൻ മാത്രം ഗീ റോസ്റ്റ് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 വിധം ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എത്തിയപ്പോൾ അവർ കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോകാമെന്ന് വെച്ചപ്പോഴത്തേക്കും നട അടയ്ക്കാനുള്ള സമയമായി. ഞങ്ങളെന്തായാലും പോയി നോക്കി. ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അന്നത്തെ ക്യൂ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നാളെ രാവിലെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അവൻ എടുത്തോണ്ടിരിക്കുക കേട്ടോ. എന്തായാലും കുറച്ച് ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. കിടന്ന് ഒരു തോളിലേക്ക് ഒരു ചായവുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്നപ്പോഴത്തേക്കും ഉറങ്ങി കേട്ടോ. ഉറങ്ങി. എന്തായാലും നാളെ രാവിലെ ചോറുന്നല്ലേ, അപ്പം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റു കേട്ടോ. ഇന്നാണല്ലോ ചോറൂണ്. അമ്മയ്ക്ക് എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഗ്രീൻ ബ്ലൗസും കേട്ടും തോന്നിട്ടോ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിന് വാങ്ങിച്ചാൽ. പിന്നെ ഞാൻ രാവിലെ എന്തായാലും നമുക്ക് റൂമിലേക്ക് വരാൻ ടൈം ഉണ്ടാവില്ല. തൊഴുതിട്ട് നേരെ നമ്മൾ ചോറൂണുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ചെയ്യാം. അല്ലാണ്ട് അമ്പലത്തിൽ മാത്രം കയറാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങി പോയാലല്ലേ നമുക്ക് പോകാൻ പറ്റുമോ. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരുങ്ങിയിട്ട് പോകുന്നത്. ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള റീല് നിർബന്ധമാണല്ലോ. ഒന്ന് കറങ്ങിയൊക്കെ കാണിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മാക്സിമം ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വേണ്ടേ പോകാൻ. എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറേ ലേറ്റായി നമ്മളെത്താൻ വേണ്ടി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണാണ്ടാവേ ക്ലാഷൊക്കെ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ല. അവിടുന്ന് ചോറൂണൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഫോൺ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവരെന്നെ ഫോട്ടോ എടുത്തത് അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫോട്ടോസ്. അത്യാവശ്യം അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊടുത്തതൊക്കെ വേഗം വായ തുറന്ന് ഇങ്ങനെ പുതിയ ടേസ്റ്റുകളാണല്ലോ. അപ്പോൾ വേഗം കാണിക്കുന്നുണ്ട്. കരഞ്ഞൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ റൂമിലെത്തി. റൂമിൽ നിന്ന് അന്ന് നമ്മൾ തിരിച്ചു പോരുമല്ലോ. വാവയും അവരൊന്നും വരുന്നില്ല. ഞാനും അച്ഛനും അമ്മയൊക്കെ നമ്മൾ കാറിൽ തിരിച്ചു വരാം. അപ്പോൾ കുറച്ച് നേരം വാവനെ കിട്ടിയപ്പോൾ നമ്മൾ എടുത്തിട്ട് അവൻ്റെ കൂടെ കളിക്കാം കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. എല്ലാം പാക്ക് ചെയ്തു. നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ വാവൻ്റെ കൂടെ. ഞാനപ്പോൾ കുറച്ച് വീഡിയോയും കൂടി കൈക്കലാക്കി എടുത്തു. പിന്നെ ടാട്ടനും ചേച്ചീൻ്റെയും കൂടെയൊക്കെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് രാവിലെ നമ്മൾ ഉള്ളിൽ പോയതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഒരുങ്ങിയതൊന്നും. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് പുറത്തുനിന്ന് എടുത്തു. മഴ ആയതുകൊണ്ട് നമുക്ക് ദൂരോട്ടൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും ഈ സംഭവം നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ തന്നെ നിന്ന് എടുത്തു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് അടിപൊളി ഫോട്ടോസ് തന്നെ ഉണ്ടായിരുന്നു. അവനെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കളിക്കുക. ഇന്ന് ചിരിക്കുന്നേ ഇല്ല. കുറച്ച് കഴിഞ്ഞ് ബോറടിക്കും. രാവിലെ കുറേ ചിരിച്ചാലേ. അപ്പം കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ടുള്ളൊരു പിന്നെ മഴയും പെയ്തു. പിന്നെ എല്ലാവരും കൂടെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ക്യാമറയൊക്കെ കണ്ടപ്പോൾ ഇടയ്ക്കൊക്കെ അപ്പോഴേക്കും ഒരു ചിരിയുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോകാൻ വേണ്ടി ബാഗൊക്കെ റൂമിൽ നിന്ന് എടുത്തു. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൂമിൽ പോയി എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വടയും കുറച്ച് കടികളും ഒക്കെ കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന്. അതിനുശേഷം ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കടി കഴിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തി. എല്ലാവർക്കും ചായയൊക്കെ വേണേൽ അത് കഴിച്ചു. ഈ സുഖിയനും വാങ്ങിച്ചു. പക്ഷേ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ആയി. എന്തായാലും എത്തിയപ്പോഴത്തേക്കും രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞു. നല്ല മഴ എത്തിയപ്പോൾ. അതുവരെ എത്ര കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോകുന്നതിൻ്റെ ഒരു സീനാണ്. കുറേ ലോഡൊക്കെ ഇട്ട് വന്ന് തിരിച്ചതൊക്കെ കെട്ടി വെച്ചിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോയി. ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.